കുട്ടികളെ കൊണ്ട് നടക്കാൻ ഇറങ്ങിയതാണ്. ഇവിടെ അടുത്തൊരു ഞങ്ങളുടെ ഫ്ലാറ്റിന് തന്നെ ഓപ്പോസിറ്റ് ഒരു കച്ച പാർക്കിംഗ് ഉണ്ട്. അവിടെ ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വെക്കേഷന് ശേഷം ഞങ്ങളിപ്പോഴാണ് ദുബായിലെത്തിയത്. ഇപ്പോൾ രണ്ടുപേരും കൂടെ ഇവിടെ അവരുടെ സൈക്കിൾ പ്ലേ ഗ്രൗണ്ടിൽ ഇറക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കൊണ്ടുവന്നതാണ്. ഒരുപാട് കുട്ടികളിവിടെ ഗെയിംസും ക്രിക്കറ്റ്, ഫുട്ബോൾ അഥവാ അങ്ങനത്തെ ഗെയിംസൊക്കെ കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഒരാളതാ വരുന്നുണ്ട്. അമ്മുക്കുട്ടി ഹായ്. ഇതാണ് ഞങ്ങളുടെ ബിൽഡിംഗ്. ഇത് കിസീസ് അൽനാദ 2 ഏരിയ. ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ആക്ച്വലി ഇതൊരു പാർക്കിംഗ് ഏരിയയാണ്. അപ്പം കുട്ടികൾ വൈകുന്നേരം ആകുമ്പോൾ ഒരുപാട് കുട്ടികൾ ഇവിടെ വന്ന് കളിക്കുകയും സൈക്കിൾ ഓട്ടുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ദുബായിൽ ആക്ച്വലി ചൂടൊരല്പം കുറഞ്ഞിട്ടുണ്ട്. സമ്മർ ടൈമാണ്. സമ്മർ ഇപ്പോൾ തീരാറാവുന്നു ഓഗസ്റ്റ് ആകുമ്പോൾ. കുട്ടികൾക്ക് ഈ ഒരു ടൈം, ഇനിയുള്ള ടൈം വിൻ്റർ ടൈമിലൊക്കെ നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും പുറത്തൊക്കെ. ഇതാണ് ഞങ്ങളുടെ ഏരിയ. ഹായ് ദർശേക്, ഹായ്. ഹായ്, വെൽക്കം ബാക്ക്. ഞങ്ങൾ ഇത്രയും നാൾ ട്രിവാൻഡ്രം, ചെന്നൈയൊക്കെ ആയിരുന്നു. ഇപ്പോൾ തിരിച്ചെത്തി ദുബായിൽ. ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ കഴിയാറായി. ഇവിടെ ഇപ്പോൾ ഒരു നല്ലൊരു ക്ലൈമറ്റാണ്. ഇപ്പോൾ ജസ്റ്റ് ഒരു ചൂടൊക്കെ കുറഞ്ഞ് പോകുന്ന സമയത്ത് നല്ല ചൂടുണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. സോ ഇത് ശരിക്കും നല്ല ക്ലൈമറ്റ് ആയി തുടങ്ങുന്നു. സെപ്റ്റംബറിലൊക്കെ തുടങ്ങുമ്പോൾ ശരിക്കും വിൻ്റർ സ്റ്റാർട്ട് ചെയ്യും ഇവിടെ. പിന്നെ നല്ല ക്ലൈമറ്റാണ്. കുട്ടികളും എല്ലാവർക്കും പുറത്തിറങ്ങി നടക്കാനും കളിക്കാനും ഒക്കെ നല്ല ക്ലൈമറ്റ്. എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ ചെയ്തത് ഇപ്പോൾ? സൈക്ലിംഗ് എന്താ നിർത്തിയേ? സൈക്കിൾ ചെയ്യൂ. എന്താ ചെയ്യാത്തെ? തളർന്നു പോയോ? എങ്ങനെ തളർന്നു പോവാ? ഇപ്പൊ എന്താ അത്ര ചൂടൊന്നും ഇല്ലല്ലോ, പിന്നെന്താ? അയ്യോ കളിക്കൂ. ഇതാ ചേട്ടൻ ചവിട്ടുന്നുണ്ടോ? ട്രൈ ആള് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, ഫുൾ വിൻ്റർ ആയിട്ടില്ല. ജസ്റ്റ് ചെറിയൊരു എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഹ്യൂമിഡ് ക്ലൈമറ്റ് അല്ല. ഒരു ചെറിയൊരു കാറ്റുണ്ട്. അതുകൊണ്ട് നമുക്ക് പുറത്ത് നിൽക്കാൻ കുഴപ്പമില്ല. കുറച്ച് നാൾ മുന്നേ ഞങ്ങൾ പോകുന്ന സമയത്തൊക്കെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഇവിടെ നടക്കാം, കുഴപ്പമില്ല. സോ അതുകൊണ്ട് കുട്ടികൾക്ക് ആ ഒരു പ്രശ്നമില്ല. പക്ഷെ എന്നാലും പൂർണ്ണമായിട്ട് ആ ഒരു സമ്മർ വിട്ട് മാറിയിട്ടില്ല ഇവിടെ. അപ്പോൾ ആൾ പെട്ടെന്ന് തളർന്നു പോയെന്നാണ് പറയണേ. കുട്ടികൾ കൂടുതൽ വന്നിട്ടുണ്ട്. ആക്ച്വലി അവർ കളിക്കാനും സൈക്ലിങ്ങിലും ആയിട്ട് വന്നു. ഇപ്പോൾ ഈ ടൈമൊക്കെയാണ്. അപ്പോൾ ആക്ച്വലി ഇനിയിപ്പോൾ സ്കൂൾ അടുത്ത ആഴ്ച മുതൽ തുറക്കും. ഇവിടെ 25th സ്റ്റാർട്ട് ചെയ്യും എല്ലാ സ്കൂളും. അപ്പോൾ അത്രയും കുട്ടികൾ കുറച്ചുകൂടെ ഈ ടൈമാണ് ഇവിടെ ബിസി ആയിട്ടുള്ളത്. കുട്ടികൾ കൂടുതൽ കാണുന്നത് ഈ ടൈമിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ കുട്ടികളെ കൊണ്ട് കുറേ പേരൊക്കെ നാട്ടിൽ പോയതും വരുന്നതും ഒക്കെ ആയിട്ടുള്ള ടൈമാണ്. അതുകൊണ്ട് കുറവാണ് ആക്ച്വലി. ഇന്നത്തെ എപ്പോഴത്തേക്കാളും കുറവാണ്. പക്ഷെ ഇനിയിപ്പോൾ കൂടുതലും വന്നു തുടങ്ങും. അടുത്ത ആഴ്ച മുതലൊക്കെ നല്ല രീതിയിൽ തിരക്കുണ്ട് അവിടെ. ഒരു രസമാണ് കുട്ടികളുടെ ഒരു എന്താ പറയുക. എന്താ അച്ചു, കഴിഞ്ഞോ? എൻജോയ് ചെയ്തോ? ശരി. സോ ഇതാണ് നമ്മളുടെ ദുബായിൻ്റെ നേച്ചർ. ഇതൊക്കെയാണ് ഓരോ വണ്ടികൾ. അത് നല്ലൊരു വണ്ടിയാണത്. ഇത് നമ്മുടെ വീട് അൽഫരാജ് 3. കുറേ ബിൽഡിംഗ് ഉണ്ട്, കുറേ കാർസ്, ഒരു ഷോപ്പും ഉണ്ട്, ഒരു പഴയ ഓട്ടിങ്ങിന്. കുറേ നേച്ചറുണ്ട്, എൻ്റെ അമ്മ അതാ അവിടെ ഓട്ടിക്കുന്നത്. അവിടെ അമ്മ എൻ്റെ ഇതെൻ്റെ സിസ്റ്ററിൻ്റെ സൈക്കിളാണ്. കണ്ട കൊള്ളാം. ഇതാണ് എൻ്റെ സിസ്റ്റർ വൈഷ്ണവി. എൻ്റെ അമ്മ ഇപ്പോഴേ സൈക്കിൾ ഓടിക്കും. കുറേ നേരമായിട്ട് സൈക്കിൾ ഓടിച്ചു. നല്ലൊരു ക്ലൈമറ്റായിട്ട് തോന്നാൻ കാറ്റൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പോൾ കുറേ നാളായി. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലീവ് കഴിഞ്ഞിട്ട് വന്നിട്ട് അല്ലേ വൈശു? കാറ്റല്ലേ? ചൂടെടുക്കുന്നുണ്ടോ ഇപ്പോൾ? ഇല്ലല്ലോ. ഹായ് പറയൂ. ഹായ്. 3 സ്കൂളുകളൊക്കെ ഉണ്ട് ഈ ഏരിയയിൽ.
ഒരുപാട് ഫാമിലീസാണ് ഈ ഏരിയയിൽ, ചുറ്റും ഫാമിലി, കുറച്ചൊരു ക്വയറ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ കറക്റ്റ് സ്ഥലം പറഞ്ഞാൽ നമ്മുടെ പോൺ പാർക്ക്, ദുബായ് പോൺ പാർക്കിൻ്റെ അടുത്തായിട്ട് വരും. സോ ഹായ്, ദർശിക് സൈക്ലിംഗ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്.